ഹായ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചുമയും ജലദോഷമൊക്കെ പോയി കേട്ടോ. ഒത്തിരി പേര് വാട്സപ്പിലൊക്കെ വരുന്നുണ്ട് ചുമയും ജലദോഷമൊക്കെ പോയോന്ന്. എങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇപ്പം ചുമയെല്ലാം മാറി കേട്ടോ. പിന്നെ ജലദോഷമൊക്കെ നന്നായിട്ട് മാറി. പനിയിലോട്ടും നമ്മൾ ആയില്ലായിരുന്നല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് അത് ഒരു 5 ദിവസം തുടർച്ചയായിട്ട് തേക്കൂ, എന്നിട്ട് റിസൾട്ട് പറയൂ എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു കൂട്ടുകാരിയാണ്. അപ്പോൾ നിങ്ങൾക്കത്, പക്ഷെ ഞാനത് തേച്ച് നോക്കിയില്ല. എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞപ്പം എനിക്ക് ജലദോഷത്തിൻ്റെ ആരംഭമൊക്കെ ആയി. പിന്നെ എനിക്കൊരു പേടി, തണുപ്പാണോ, അത് എങ്ങനെയാണ് മുടിയെ തേച്ചാൽ എങ്ങനെയായിരിക്കും, റിസൾട്ട് കിട്ടുമോ, നമ്മളല്ലാതെയൊക്കെ തേച്ച് കറുപ്പിച്ച് വെച്ചേക്കുവാ മുടി, അപ്പോൾ ഇനി ഉള്ളതും കൂടെ പോയി, ഇങ്ങനെയൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ 5 ദിവസം പൂർത്തിയായി. ഇന്ന് രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ എന്നെ വിളിച്ചു, ശുഭ സക്സസ് ആയടി, പിന്നെ നല്ല മാറ്റമുണ്ട്, നിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതല്ലാതെ പിന്നെ വേറെ എന്ത് വീഡിയോ ഇടാനായിട്ട്, നമ്മുടെ മുടിയെ കറുപ്പിക്കുന്ന ഒരു സാധനത്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇത് ബ്ലാക്ക് ഹെന്ന തേച്ചവർക്കും ഡൈ തേച്ചവർക്കും ഇത് പറ്റത്തില്ല, അത് ഞാൻ എടുത്തു പറയുന്ന കാര്യമാണ്. അല്ലാതെ നമ്മൾ സാധാ കണ്ടീഷനായിട്ട് ഹെന്ന മുടിയെ തേക്കത്തില്ലേ, അതായത് ഒരു കളർ കിട്ടാനും മുടി ഒരു കണ്ടീഷനായിട്ട് സോഫ്റ്റായിട്ട് കിടക്കാനും മുടിക്ക് തണുപ്പ് കിട്ടാനും അങ്ങനെയൊക്കെ നമ്മൾ തേക്കുമല്ലേ. ചിലയിടത്ത് നരയൊക്കെ ഉണ്ട്, എന്നാൽ ഒത്തിരി നരയില്ല, പക്ഷേ ഡയ്യയിലോട്ട് കയറിയില്ല. അങ്ങനെയുള്ളവർക്ക് എൻ്റെ കാര്യം ഞാൻ പറയുന്ന പോലെ. അപ്പം അങ്ങനെയുള്ളവർക്ക് ബീട്രൂട്ടാകട്ടോ, നിങ്ങൾ വിശ്വസിക്കുമോ, ബീട്രൂട്ട് ഒരു 2 കുഞ്ഞ് ബീട്രൂട്ട് എടുക്കുക. ചെറിയ ബീട്രൂട്ട് നോക്കി എപ്പോഴും എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയ 2 ബീട്രൂട്ട് എടുക്കുക, നല്ലപോലെ വാഷ് ചെയ്തിട്ട് കുത്തി അരിഞ്ഞ് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് ഇതാക്കണേ. ഒരു സ്വല്പം ഒരു വെള്ളം ഒരു ശക്കലം വെള്ളം തളിച്ച് ഇത് നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ പതിവ് പോലെ തേയില വെള്ളം നല്ല കട്ടിയാക്കി എടുക്കണം കേട്ടോ. നല്ല കട്ടിയാക്കി എടുത്ത തേയില വെള്ളം ആറിക്കഴിഞ്ഞതിന് ശേഷം അരിച്ച് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ 2 ക്യാരറ്റ് നല്ല കുറുക്കി അരച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ട് അരിയും കേട്ടോ. ബീട്രൂട്ട് നല്ല ഒരു എന്താ പറയുന്നത്, നന്നായിട്ട് അരിഞ്ഞ് കുഴഞ്ഞു വരും. ആ ഒരു പരുവത്തിൽ അരച്ചെടുക്കുക. ഇതിലേക്ക് നമ്മുടെ തേയില വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് തലയിൽ നരയുള്ളിടത്തും താരം പോവാനും എല്ലാം നല്ലതായത് കേട്ടോ. ഇത് നരയുള്ളിടത്ത് നല്ലതുപോലെ കട്ടിക്ക് തേക്കണേ. അല്ലാതെ നമ്മൾ സാധാ മൈലാഞ്ചിയൊക്കെ തേക്കുന്ന പോലെ സാധാ ഒന്ന് തേച്ച് വിട്ടാൽ പോരാ. നല്ല കട്ടിക്ക് തേച്ച് വെച്ചിട്ട് 1 മണിക്കൂർ വെച്ചുകൊണ്ടിരിക്കുക. സാധാ വെള്ളത്തിൽ കഴുകിക്കളയുക. ഇങ്ങനെ 5 ദിവസം അടുപ്പിച്ച് ചെയ്യണം. ഇങ്ങനെ 5 ദിവസം അടുപ്പിച്ച് ചെയ്യണം. പിന്നെ അത് നോർമലായി കഴിയുമ്പോൾ, ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ, ഞാൻ ഒരു സാധനം തന്നെയല്ല തേക്കുന്നത്. ഞാൻ എന്ത് നല്ല, പിന്നെ കരിഞ്ജീരകം, നെല്ലിക്കാപ്പൊടി, ഇത് രണ്ടും എൻ്റെ തേക്കുന്ന നാച്ചുറൽ ടിപ്സിനകത്ത് അത് രണ്ടും എന്തായാലും മസ്റ്റായിട്ടും കാണും കേട്ടോ. ഞാൻ ഇന്നലെ രാവിലെ തേച്ച് നിങ്ങൾക്ക് ഷോർട്സ് ഇട്ട് തന്നിട്ടുണ്ടല്ലോ, ഇന്നലെ രാവിലെ തേച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇത് തേക്കുമ്പോൾ നല്ല കട്ടിക്ക് തേക്കണം. നമ്മൾ അതൊന്നും തേക്കുന്ന പോലെ അല്ല, ഇച്ചിരി കട്ടിക്ക് തന്നെ ഇത് തേച്ച് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ 5 ദിവസം അടുപ്പിച്ച് തേക്കുക. 1 മണിക്കൂർ വെച്ചുകൊണ്ടിരുന്നില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും വരികയില്ല. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് ഇത് മാക്സിമം മുടിയാലോട്ട് പിടിക്കും. പിന്നെ സാധാ വെള്ളത്തിലേ കഴുകാവൂ. അത് നന്നായിട്ട് കഴുകിക്കളയണം, പക്ഷേ അത് സാധാ വെള്ളത്തിലേ കഴുകാവൂ. പിന്നെ നമുക്ക് വേണ്ടത്, ഇത് ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുന്ന ഈ 5 ദിവസവും നമ്മുടെ ഓയിൽ മുടിയെ തേക്കാൻ പാടില്ല. ഇത് പ്രധാന കാര്യം, ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഈ 5 ദിവസം തേച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓയിൽ തേക്കാൻ പാടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുപ്പിയൊക്കെ പെറുക്കാൻ വന്നവരാണ്. ഞാൻ പട്ടി കടിക്കുന്ന അവിടെ ഓടിപ്പോയതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലേ എന്തെങ്കിലുമൊക്കെ കിടക്കുവാണെങ്കിൽ അതൊക്കെ അങ്ങ് എടുത്തുകൊണ്ട് പോകും കേട്ടോ. പിന്നെ ഞാനൊന്നും വെളിയിൽ അങ്ങനെ ഇട്ടിട്ടില്ല, എന്നാലും സെറ്റ് ഔട്ടിലൊക്കെ ചില സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ എടുത്തിട്ടും അകത്തേക്ക് എടുത്തിടാൻ മറന്നു പോകത്തില്ലേ, അതാ ഓടിപ്പോയിട്ട് വന്നതേ. പിന്നെ കുരയ്ക്കുന്നുണ്ട് അവന്. പിന്നെ അപ്പോൾ നമ്മൾ ഈ 5 ദിവസത്തിന് ഓയിലൊന്നും മുടിയെ തേക്കാതെ തന്നെ ഇത് തേച്ച് കൊടുക്കണം. എന്തായാലും ബ്ലാക്ക് ഹെന്ന ആണെങ്കിലും സാധാ ഡൈ ആണെങ്കിലും അത് നമ്മുടെ മുടിക്ക് ദോഷമാണ്. മുഖത്തെ കറുപ്പ് വരും, മുഖത്ത് ഇങ്ങനെ ഒരുപാട് കറുപ്പുകളും, നമ്മുടെ കഴുത്തെ കറുപ്പ് വരും. കാലക്രമേണ നമ്മുടെ നെറ്റിയിലൊക്കെ നന്നായിട്ട് കറുപ്പ് വരും കേട്ടോ. കറുപ്പ് വന്നാൽ നമ്മുടെ ഓയിലുണ്ടല്ലോ എന്നായിരിക്കും ഇപ്പം നിങ്ങൾ മനസ്സിലോർക്കുന്നത്. എന്നാലും നമ്മൾ ഇങ്ങനെ കറുപ്പ് വരാനായിട്ടൊരു പ്രധാന കാരണം
കാരണം ഡൈ തന്നെയാണ്. ഡൈ തേച്ചവർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു വിഷമമായിരിക്കും അല്ലേ. ഡൈ തേച്ച് തുടങ്ങിയവർ തേച്ച് നോക്ക്, നമുക്ക് സാധിച്ചാലോ ഒരു 5 ദിവസം ഇത് തേക്കണം. പക്ഷേ മുടിയെ വലിയ ബ്രൗൺ കളറോ റെഡ് കളറോ കളർ അടിച്ച പോലെ ഒന്നും വരത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ. നല്ലൊരു ബ്ലാക്ക് കളറാകും 5 ദിവസമൊക്കെ ആകുമ്പോഴേക്കും. പിന്നെ നമുക്ക് നോർമലി മാസത്തിലൊന്ന് തേച്ചാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ മുടിയിലൊന്ന് തേച്ച് നോക്കണം. ഒരു 2 ദിവസം കൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചായിരിക്കുക കേട്ടോ. പക്ഷേ എന്നെ പൂർണ്ണമായിട്ടും ചെയ്യുന്നതും എല്ലാം വീഡിയോ കോൾ ചെയ്ത് അവൾ എന്നെ കാണിച്ചു കേട്ടോ. പക്ഷേ അതുകൊണ്ട് എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. പിന്നെ ഓയിലിൻ്റെ കാര്യം കുറച്ച് പറയട്ടെ. ഓയിലിൻ്റെ കാര്യം പറയാനുള്ള എന്നാന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളോട് ഒരുപാട് പ്രാവശ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, DTDCയിലാണ് നമ്മൾ ഓർഡർ നമ്മൾ കൊറിയർ വിടുന്നത്. DTDCക്കാർ അവിടെ ഏത് സ്ഥലത്താണോ, കണ്ണൂരായിക്കോട്ടെ, കാസർഗോഡ് ആയിക്കോട്ടെ, മലപ്പുറം ആയിക്കോട്ടെ, എവിടെയും കൊല്ലം ആയിക്കോട്ടെ, എവിടെയോ ആയിക്കോട്ടെ, പക്ഷേ എവിടെ ആയിക്കോട്ടെ അവിടെ DTDC നമ്മുടെ ഓയിൽ വന്നു കഴിയുമ്പോൾ DTDCന്ന് നിങ്ങളെ വിളിക്കും. നിങ്ങളെ വിളിച്ച് നിങ്ങൾ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ചിലർ അവിടെ കൊണ്ടുത്തരും. അല്ല നിങ്ങൾ ഇവിടെ വന്ന് കളക്ട് ചെയ്യണം കേട്ടോ എന്നാൽ ചിലർ പറയും. അപ്പോൾ ഈ 2 തരത്തിലുമുള്ള DTDCയിലെ ആൾക്കാരുണ്ട്. പിന്നെ ഈ ഫ്രം ഞാൻ വെക്കുന്നതിന് ഞാൻ ഫ്രം വെക്കത്തില്ലെന്നങ്ങ് ചിലപ്പോൾ അങ്ങ് ഓർത്ത് പോവുക. എല്ലാ DTDCന്നും എന്നെ വിളിക്കുക, നിങ്ങളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറയും ഞാൻ ഫ്രമാണ്. അതെ മനസ്സിലായി, പക്ഷേ 2-വിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവർ ഫോൺ എടുക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ പറയുകയും ചെയ്യും. ഞാൻ അവരെ വിളിക്കുമ്പോൾ ഫോൺ കിട്ടുകയും ചെയ്യും. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഒരു മിസ്ഡ് കോൾ പോലും വന്നിട്ടില്ല കേട്ടോ. പിന്നെ എങ്ങനെയാണ് DTDCന്ന് വിളിച്ചെന്ന് പറയുന്നത്? ഇതെന്ത് കളിയാണെന്നൊന്നും എനിക്കറിയത്തില്ല. നിങ്ങളതുകൊണ്ട് ഓയിൽ ഇപ്പോൾ ഓഫറൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇന്നിട്ടാൽ നാളെ അല്ലെ നാളെ കഴിഞ്ഞ് ഓയിൽ അങ്ങ് കിട്ടും എന്നുള്ള തരത്തിൽ നമ്മൾ ഫോണ് എപ്പോഴും അടുത്ത് വെച്ചോണം കേട്ടോ. നമ്മളൊരു കാര്യം ഓർഡർ ചെയ്താൽ അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളത് മറക്കത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഗൾഫ് രാജ്യങ്ങളിലുള്ള കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ നോക്കെന്നാണ് പറയുന്നത്. DTDCയിലൊന്ന് ശ്രമിച്ച് നോക്കൂ. ഞാൻ എത്ര ശ്രമിച്ചാലും നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നമുക്ക് ഓയിലിന് സർവീസ് ഇല്ല. പിന്നെ പോസ്റ്റ് ഓഫീസ് വഴി നമ്മുടെ ഓയിലിന് സർവീസ് ഇല്ല. നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ആദ്യം ഇത്രയും കൊറിയർ ചാർജ് ഒന്നും വേണ്ടാത്തത് കൊണ്ട് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ആദ്യം ഒത്തിരിയും പ്രാവശ്യം നമ്മൾ ഒരുപാട് പേരുടെ കാല് പിടിച്ച് നോക്കിയതാണ് പോസ്റ്റ് ഓഫീസ് വഴി വിടാൻ പറ്റുമോ. പക്ഷേ പോസ്റ്റ് ഓഫീസ് വഴി ഓയിൽ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ അതിനായിട്ട് പോയി മുതിരേണ്ട കാര്യം ഇല്ലല്ലോ. അതുകൊണ്ടാണ് DTDC വഴി നമ്മൾ കൊറിയർ അയക്കുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ. പിന്നെ ഗൾഫിൽ നിന്ന് വിളിക്കുന്നവർ നിങ്ങളുടെ ആരെങ്കിലും, നിങ്ങളുടെ ഫ്രണ്ടോ ആരെങ്കിലും റിലേറ്റീവ്സോ ആരെങ്കിലും ഒക്കെ നാട്ടിൽ വരുമ്പോൾ എത്ര ഓയിൽ വേണേലും കൊടുത്തു വിടാം. അല്ലാതെ ഗൾഫ് രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് DTDC കൊറിയർ വഴി നമ്മുടെ ഓയിൽ സർവീസ് ഇല്ല. ബാക്കി എല്ലാ സ്ഥലത്തോട്ടും ഓയിൽ എത്തിച്ചു തരുന്നതായിരിക്കും 2-3 ദിവസത്തിനുള്ളിൽ. പിന്നെ മഹാരാഷ്ട്ര, ഗുജറാത്ത്, ന്യൂഡൽഹി, മുംബൈ ഈ സ്ഥലങ്ങളിലോട്ടൊക്കെ 5-6 ദിവസം ആകും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് വലിയ വിലയുള്ള കാര്യമൊന്നുമല്ല. മുടിക്ക് ദോഷമില്ല, കെമിക്കലില്ല. നമ്മുടെ തേയിലവെള്ളം എടുക്കുക, നമ്മുടെ ബീട്രൂട്ട് എടുക്കുക. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവരും ചെയ്തിട്ട് റിസൾട്ട് എൻ്റെ അടുത്ത് കമൻറ്റ് വേണം പറയാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഇഷ്ടമായ ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവരും കാണാത്ത ആരെങ്കിലും അല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. 88.2 വന്ന് നമ്മുടെ സബ്സ്ക്രൈബ് നിൽക്കുവാണ്. എന്നെ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ.